ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലെ 17-ാം തീയതിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വരുന്നത്. വലിയ ഒരു പരിപാടിയാണ്. അപ്പോ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നിരുന്നു. വിവിധ വകുപ്പുകൾ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും പങ്കെടുത്തിരുന്നു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നാലകത്ത് ബഷീർ, അതുകൂടാതെ അസ്കർ അലി കൗൺസിലറാണ്. ഇപ്പൊ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് പെരിന്തൽമണ്ണ നഗരസഭയിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്, അത് സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവത്തിനാണ് UDF വന്നപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടത്. ലഹരിക്കെതിരെ പടയോട്ടം. ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ. അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തലയുടെ പ്രോഗ്രാം പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം MLA പ്രത്യേകം താല്പര്യമെടുത്ത് രമേശ് ചെന്നിത്തലയെ പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ 17-ാം തീയതി 3 മണിക്ക് ഷിഫ കൺവെൻഷൻ സെന്ററിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ വിപുലമായ ഒരു പദ്ധതിയായി പ്രോഗ്രാമായിട്ട് അത് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പല തരത്തിലുള്ള യോഗങ്ങളും ചേർന്ന് ഇതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പല തരത്തിലുള്ള സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള പല തരത്തിലുള്ള ഇതിന്റെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭയും വളരെ വിപുലമായ തോതിലാണ് ഈ പദ്ധതിയുടെ ഒരു പ്രചരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലെ നമ്മുടെ ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 മണിക്ക് വെച്ച മീറ്റിംഗ് 2 മണിയായപ്പോഴേക്ക് നമ്മുടെ ഹാള് തിങ്ങി നിറഞ്ഞു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ഏറ്റവും മഹത്തായ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത്. അവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് 17-ാം തീയതി 3 മണിയുള്ള പരിപാടിയുടെ വിളംബരമായി 16-ാം തീയതി 11 മണിക്ക് രാവിലെ 11 മണിക്ക് നമ്മുടെ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിന്ന് ടൗൺ സ്ക്വയർ വരെയുള്ള വിപുലമായ ഒരു വിളംബര ജാഥയാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയ മതവർഗ ചിന്തകൾക്കപ്പുറത്ത് പെരിന്തൽമണ്ണയിലുള്ള മുഴുവൻ ജനങ്ങളും അണിനിരക്കുകയാണ്. പെരിന്തൽമണ്ണയിലുള്ള എല്ലാ കോളേജുകളിലെയും എല്ലാ സ്കൂളുകളിലെയും NSS, NCC, സ്കൗട്ട്, അതേപോലെ തന്നെ നമ്മുടെ ഓരോ തൊഴിലാളി സംഘടനകൾ STU, INTUC, CITU, അതേപോലെ തന്നെ വ്യാപാരി സമിതി, വ്യവസായ സമിതി, അതേപോലെ തന്നെ നമ്മുടെ മർച്ചന്റസ് അസോസിയേഷൻ, ഈ MEX7, ഇതുപോലെയുള്ള ക്ലബുകള്, എല്ലാ സംഘടനകളും ഇതിൽ ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ടുള്ള വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വിളംബര ജാഥയാണ് രാവിലെ 11 മണിക്ക് മുനിസിപ്പൽ ഓഫീസിന്റെ മുന്നിൽ നിന്ന് തുടങ്ങുന്നത്. രാവിലെ 11 മണി, എല്ലാ ജാഥകളും സാധാരണ 4 മണിക്ക് 5 മണിക്കൊക്കെ വെക്കാറുള്ളത്. ഈ ജാഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രാവിലെ 11 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്കൂളിലെയും കോളേജുകളിലെയും പെൺകുട്ടികൾ അടക്കമുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു സൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലാക്കിയത്. എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇതിൻ്റെതായ സർക്കുലർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇത് ഒരു വലിയ സംഭവമാക്കി മാറ്റുകയും ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയില് ഈ മുനിസിപ്പൽ പ്രദേശത്ത് ഈ ലഹരിക്ക് അടിമപ്പെട്ടവരുണ്ടാവരുത് എന്ന ലക്ഷ്യമാണുള്ളത്. അതേപോലെ തന്നെ ഫ്രീ സ്മോക്ക് ക്യാമ്പസ് എന്നുള്ള ഒരു പ്രചരണം കൂടി പെരിന്തൽമണ്ണ നഗരസഭ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു സ്കൂളിനകത്തും ഒരു കോളേജിനകത്തും പുകവലി പോലും ഇല്ലാത്ത ഒരു ക്യാമ്പസായി മാറണം പെരിന്തൽമണ്ണയിലെ ക്യാമ്പസ്. അതുപോലെ ഫ്രീ സ്മോക്ക് ക്യാമ്പസ്, അതുപോലെ ഫ്രീ ഡ്രഗ് ക്യാമ്പസ് എന്നുള്ള രീതിയിലേക്ക് പെരിന്തൽമണ്ണയിലെ മൊത്തം മാറ്റുകയാണ്. ഇപ്പോ അതിന്റെ ഭാഗമായി തന്നെ പെരിന്തൽമണ്ണയിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാ കടകളും അരിച്ചു കുറുക്കാൻ തുടങ്ങി. 2 ദിവസം മുമ്പേ ഒരു കട പെരിന്തൽമണ്ണയിൽ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അടുത്ത് ഒരു കടയിൽ നിന്ന് 4 ചാക്കാണ് ഈ ഹാൻഡ്സ് പോലുള്ള സാധനം കിട്ടിയത്. അത് പിടിച്ച് അത് വളരെ ഗൗരവമായി അത് കാണുകയും അവർക്ക് നോട്ടീസ് കൊടുക്കുകയും അവരുടെ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള സംവിധാനവും ആ കട പൊളിച്ചു നീക്കാനുള്ള സംവിധാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയാണോ കക്ഷി രാഷ്ട്രീയ മത വർഗ ചിന്തകളില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും കഴിഞ്ഞ മീറ്റിംഗിൽ തീരുമാനിച്ചത് ഇതുപോലുള്ള കാര്യങ്ങൾ, ഡ്രഗ്സോ ഇതുപോലുള്ള ഹാൻഡ്സോ ഇതുപോലുള്ള കാര്യങ്ങൾ പിടിക്കപ്പെട്ടാൽ ഒരു രാഷ്ട്രീയ നേതാവും അതിനു വേണ്ടി വക്കാലത്ത് പറയാൻ ഇവിടെ ഉണ്ടാകുകയില്ല എന്നുള്ള തീരുമാനമടക്കം ഇന്നലെ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി
പെരിന്തൽമണ്ണയിലുള്ള ഈ വിപത്തിനെ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇതിനെ തുടച്ചു നീക്കുക എന്നുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അത് 16-ാം തീയതി രാവിലെ 11 മണിക്കാണ് വിളംബര ജാഥ. ഈ പെരിന്തൽമണ്ണയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അതിനുണ്ടാവണം. എല്ലാവരും അതിനകത്ത് അണിനിരക്കണം. അവരുടേതായ ബാനറിൽ അവർക്ക് അണിനിരക്കാം. ഇവിടെയുള്ള തൊഴിലാളി സംഘടനകൾക്ക് അവരുടെ ബാനറിൽ അണിനിരക്കാം. STU, INTUC, CITU അവരുടെ ബാനറിൽ അണിനിരക്കാം. വ്യാപാരികൾക്ക് അവരുടെ ബാനറിൽ അണിനിരക്കാം. കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ്, SFI, MSF, KSU അവരുടെ ബാനറിൽ അവർക്ക് അണിനിരക്കാം. യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, DYFI അവരുടെ ബാനറിൽ അവർക്ക് അണിനിരക്കാം. ബാനറിനല്ല ഇവിടെ എല്ലാവരുടെയും പങ്കാളിത്തം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഫ്രീഡം കൊടുത്തുകൊണ്ട് പെരിന്തൽമണ്ണയിൽ ഒരു മഹാസംഭവമാക്കാൻ വേണ്ടിയാണ് 16-ാം തീയതി വിളംബര ജാഥ. അതോടൊപ്പം തന്നെ 17-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ഷിഫ കൺവെൻഷനിൽ നടക്കുന്ന സംഭവം അത് വലിയൊരു പ്രോഗ്രാം ആയിരിക്കണം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം MLA 140 MLA-മാരുണ്ടല്ലോ, നിയോജക മണ്ഡലം MLA പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനും പെരിന്തൽമണ്ണ നഗരസഭയുടെ ഒരു ബിഗ് സല്യൂട്ട് ഞങ്ങൾ നൽകുകയാണ്. ഏതായാലും പെരിന്തൽമണ്ണയിൽ ഇനി ഇങ്ങനെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടക്കാരെ കൊണ്ടുവന്ന് സൂക്ഷിച്ചോളുക. ഒരു ഉത്തരേന്ത്യൻ മോഡൽ എന്ന് തന്നെ പറയേണ്ടി വരും. കടയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതെല്ലാം വിറ്റ് ഇന്നത്തെ തലമുറയെ നശിപ്പിക്കാൻ തീരുമാനിച്ചവരുണ്ടെങ്കിൽ, കാരണം ഈ പണം കൊണ്ട് വീട്ടിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരിക്കലും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതൊക്കെ നിർത്തുന്നതായിരിക്കും നല്ലത്. കടയിൽ നിന്നും ഇതൊക്കെ പിടിച്ചാൽ വെറും ഒരു നടപടി മാത്രമല്ല, കട പൊളിച്ചു കളയേണ്ട അവസ്ഥയിലേക്ക് പോകേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രൊഫസർ നാലകത്ത് ബഷീർ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമല്ല, ഈ നഗരസഭ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം. യോഗത്തിൽ എല്ലാവരും, പോലീസും എക്സൈസും ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത യോഗത്തില് എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനം, ആ തീരുമാനം നടപ്പാകും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അണിചേരാം. എല്ലാവർക്കും അണിചേരാം എന്ന് മാത്രമല്ല, അണിചേരണമെന്ന് കൂടി ഞങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ്. ജബാർ വേണാട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഈ ഫുട്ബോൾ ഭ്രാന്ത് നിന്റെ ഭാര്യയ്ക്ക് അറിയാവോ? ഇതാണ് പെർഫെക്റ്റ് മാച്ച്. അതിന് എന്നെ സഹായിച്ചത് നെസ്റ്റ് മാട്രിമോണി. കേരളത്തിൽ ആദ്യമായി AI സഹായത്തോടെ പെർഫെക്റ്റ് മാച്ചിങ്, ഫുൾ ടൈം സപ്പോർട്ട്, നൈറ്റ് ട്രെയിൻ സ്റ്റാഫ്, 1 ടൈം ഫീ. മാട്രിമോണി നെസ്റ്റ് എങ്കിൽ വിവാഹം ബെസ്റ്റ്. Nest Matrimony.